യാ റബ്ബൽ ആലമീൻ. വിശുദ്ധമായ ഖുർആനുൽ ശരീഫിലെ അവസാനത്തെ 2 സൂറത്തുകളാണ് ഖുൽ അഊദു ബിറബ്ബിൽ ഫലഖ്, ഖുൽ അഊദു ബിറബ്ബിൻ നാസ്. കിട്ടുന്ന സമയം അനുസരിച്ചുകൊണ്ട് ഇൻഷാ അല്ലാഹ് നമുക്ക് ചില ചെറിയ സൂറത്തുകളെ കുറിച്ച് ചെറിയ രൂപത്തിൽ വിശദീകരണം നൽകാം. അള്ളാഹു തൗഫീഖ് ചെയ്യുമാറാവട്ടെ. അവസാനത്തെ 2 സൂറത്തുകളായ ഖുൽ ഹുവല്ലാഹു അഹദ്, ഖുൽ അഊദു ബിറബ്ബിൽ ഫലഖ്, ഖുൽ അഊദു ബിറബ്ബിൽ ഫലഖ്, ഖുൽ അഊദു ബിറബ്ബിൻ നാസ് എന്നീ സൂറത്തുകൾ ഇൻഷാ അല്ലാഹ് അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. അതിന്റെ മഹത്വം ഒരുപാട് ഹദീസുകളിൽ മഹാന്മാരായ മുഫസ്സിറുകൾ രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് ബഹുമാനപ്പെട്ട ഉഖബത്ത് ഇബ്നു ആമിർ റളിയല്ലാഹു തആല അൻഹു ഉദ്ധരിക്കുന്ന ഹദീസ് മഹാനായ ഇമാം അഹ്മദ് ഇബ്നു ഹംബൽ തങ്ങൾ പറയുന്നതായി കാണാം. ലഖീതു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഞാൻ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കാണാനിടയായി. മഹാനായ ഉഖബ റളിയല്ലാഹു തആല അൻഹു പറയുന്നു, അങ്ങനെ ഞാൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കണ്ടു, അവിടുത്തെ കൈ പിടിച്ചുകൊണ്ട് റസൂലുള്ളാഹി തങ്ങളോട് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഞാൻ ചോദിച്ചു, ബിമനജാത്തുൽ മുഅ്മിൻ, ഒരു മുഅ്മിനായ മനുഷ്യന് രക്ഷ കിട്ടുന്നത് എന്തുകൊണ്ടാണ്? മുഅ്മിനായ മനുഷ്യൻ രക്ഷപ്പെടാനുള്ള മാർഗങ്ങൾ എന്താണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കൈ പിടിച്ചുകൊണ്ട് ഞാൻ ചോദിച്ചപ്പോൾ അവിടുന്ന് പറഞ്ഞു, ഫഖാല യാ ഉഖബ, അല്ലയോ ഉഖബ, ഉഹ്റുസ് ലിസാനക, നിന്റെ നാവിനെ നീ തടഞ്ഞു വെക്കണം, നാവിന് നീ കടിഞ്ഞാണിടണം. ഇന്നത്തെ കാലത്ത് വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണിത്. ഉഹ്റുസ് ലിസാനക. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മുഅ്മിനായ മനുഷ്യനെ രക്ഷപ്പെടാനുള്ള മാർഗമായി ആദ്യമായി തന്നെ എണ്ണിയത്, നിന്റെ നാവ് നീ കടിഞ്ഞാണിടണം, നാവ് കൊണ്ട് വേണ്ടതും വേണ്ടാത്തതും ഒക്കെ നീ പറയുന്ന സ്വഭാവം ഒഴിവാക്കണം. അല്ലേ? കഫാലിൽ മുഅ്മിനി കഫാലിൽ മർഇ കദിബൻ അൻ യഖൂല ബികുല്ലി മാ സമിഅ, കേട്ടത് മുഴുവനും പറയുന്ന സ്വഭാവങ്ങൾ ഒഴിവാക്കണം. നമ്മൾ കേട്ടതും കേൾക്കാത്തതും നമ്മുടെ മനസ്സിൽ ഉദിക്കുന്നതും ഉദിക്കാനിരിക്കുന്നതുമായ സാങ്കല്പികവും പിന്നെ അതുപോലത്തെ മുഴുവൻ കാര്യങ്ങളും പറയുന്ന നാവിന് ഒരു റെസ്റ്റും കൊടുക്കാത്തൊരു സ്വഭാവം പ്രത്യേകമായി ഓർമ്മപ്പെടുത്തിയതാണ്. 2 കാലിന്റെ ഇടയിലുള്ള അവയവം, അതുപോലെ തന്നെ പിന്നെ വായിലുള്ള അവയവം, 2 ചുണ്ടിനിടയുള്ള അവയവം, അത് രണ്ടും സംരക്ഷിക്കും എന്ന് ഉറപ്പ് നൽകുന്നവർക്ക് ഞാൻ സ്വർഗം കൊണ്ട് ജാമ്യം നിൽക്കും എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഓർമ്മപ്പെടുത്തിയ ഹദീസ് നമുക്ക് കാണാൻ കഴിയും. എന്തായാലും ഉഖബ റളിയല്ലാഹു തആല അൻഹുവിനോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞതാണ്, നിന്റെ നാവ് നീ കാക്കണം, നിന്റെ വബക്കി അലാ ഖതീഅതിക, നീ ചെയ്ത പാപങ്ങളുടെ മേൽ നീ കരയണം, നീ ചെയ്ത പാപങ്ങൾ ഓർത്തുകൊണ്ട് നീ കരയണം. ഇതാണ് മുഅ്മിനായ മനുഷ്യർ രക്ഷപ്പെടാനുള്ള മാർഗങ്ങൾ എന്ന് മുത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മഹാനായ ഉഖബ റളിയല്ലാഹു അൻഹുവിനോട് പറയുന്നു. ഒന്ന്, നാവ് സൂക്ഷിക്കണം, മറ്റൊന്ന് തെറ്റുകളുടെ മേൽ നീ പശ്ചാത്തപിച്ചുകൊണ്ട് ഖേദം പ്രകടിപ്പിച്ചുകൊണ്ട് കരയണം. ഇത് പറഞ്ഞുകൊണ്ട് അവർ പിരിയുന്നു. മഹാനായ ഉഖബ റളിയല്ലാഹു അൻഹു പിന്നെയും പറയുന്നു, സുമ്മ ലഖിയനി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, രണ്ടാമത് പ്രാവശ്യം ഞാൻ ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കാണാൻ ഇടയായി. ആ രണ്ടാമത്തെ പ്രാവശ്യം ഞാൻ റസൂലുള്ളാഹിനെ കണ്ടപ്പോൾ ഫബ്തദഅനി ഫഅഖദ ബിയദി, ഒന്നാം പ്രാവശ്യം ഞാൻ റസൂലുള്ളാഹിന്റെ കൈയായിരുന്നു പിടിച്ചിരുന്നത് എങ്കിൽ രണ്ടാമത്തെ പ്രാവശ്യം കണ്ടപ്പോൾ
അള്ളാഹുവിന്റെ റസൂൽ എന്റെ കൈ പിടിച്ചുകൊണ്ട് ഫഖാൽ എന്നിട്ട് എന്നോട് പറഞ്ഞു, യാ ഉഖബ, യാ ഉഖബത ഇബ്നു ആമിർ, അല്ലയോ ഉഖബ, അലാ ഉഅല്ലിമുക ഖൈറ സലാസി സൂവരിൻ ഉൻസിലത് ഫി തൗറാത്തി വൽ ഇൻജീലി വസ്സബൂരി വൽ ഖുർആനിൽ അദീം. അല്ലയോ ഉഖബ, നിനക്ക് ഞാനൊരു കാര്യം പറഞ്ഞു തരാം, നിനക്ക് ഞാനൊരു കാര്യം പറഞ്ഞു തരാം. തൗറാത്തിലും ഇൻജീലിലും സബൂറിലും ഖുർആനിലും ഇറക്കപ്പെട്ട സൂറത്തുകളിൽ വെച്ച് ഏറ്റവും ഉത്തമമായ 3 സൂറത്തുകൾ ഞാൻ നിനക്ക് പറഞ്ഞു തരാം, പറഞ്ഞു തരട്ടെയോ എന്ന് റസൂലുള്ളാഹി തങ്ങൾ ഉഖബ റളിയല്ലാഹു അൻഹുവിനോട് പറഞ്ഞപ്പോൾ ഖുൽതു ബലാ, അതേ നബിയെ എനിക്ക് തങ്ങൾ പറഞ്ഞു തരണം, തങ്ങൾ എനിക്ക് പറഞ്ഞു തരണം എന്ന് പറഞ്ഞപ്പോൾ ഖാല ഫഅഖ്റഅനി, റസൂലുള്ളാഹി തങ്ങൾ എനിക്ക് ഓതി തന്നു ഖുൽ ഹുവല്ലാഹു അഹദ് എന്ന സൂറത്തും വഖുൽ അഊദു ബിറബ്ബിൽ ഫലഖ് എന്ന സൂറത്തും വഖുൽ അഊദു ബിറബ്ബിൻ നാസ് എന്ന സൂറത്തും എനിക്ക് റസൂലുള്ളാഹി തങ്ങൾ ഓതി തന്നു. ഈ 3 സൂറത്തുകളാണ് 4 കിതാബുകളിൽ അല്ലാഹു തആല ഇറക്കിയ സൂറത്തുകളിൽ വെച്ച് ഏറ്റവും ഉത്തമമായ 3 സൂറത്തുകൾ എന്ന് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എനിക്ക് ഓതി തന്നു. എന്നിട്ട് എന്നോട് പറഞ്ഞു, യാ ഉഖബ, അല്ലയോ ഉഖബ, ലാ തൻസഹുന്ന, ഒരിക്കലും ആ 3 സൂറത്തുകൾ നീ മറന്നു കളയരുത്. വലാ തബ്ത് ലൈലത്തൻ ഹത്താ തബിത് വലാ തബിത് ലൈലത്തൻ ഹത്താ തഖറഅഹുന്ന, ആ 3 സൂറത്തുകൾ ഓതാതെ ഒരു രാത്രിയും നീ ഉറങ്ങരുത്, താമസിക്കരുത്. 3 സൂറത്തുകൾ അതിൽ പ്രത്യേകമായി ഉറങ്ങുന്ന സമയത്ത്, ഉറങ്ങാൻ കിടക്കുമ്പോൾ കൈകളിൽ ഊതി ശരീരത്തിന്റെ മുഴുവൻ ഭാഗങ്ങളിലും തടവാൻ വേണ്ടി അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കൽപ്പിച്ച 3 സൂറത്തുകളാണ് ബഹുമാനപ്പെട്ട ഉഖബ റളിയല്ലാഹു അൻഹുവിനോട് അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞതാ. ലാ തൻസഹുന്ന, അവ 3 ഒരിക്കലും നീ മറക്കരുത്. വലാ തബിത് ലൈലത്തൻ ഹത്താ തഖറഅഹുന്ന, ആ 3 സൂറത്തുകൾ ഓതാതെ ഒരിക്കലും എന്ത് ചെയ്യരുത്, നീ ഉറങ്ങരുത്, രാത്രി താമസിക്കരുത്. ഖുൽ ഹുവല്ലാഹു അഹദ്, ഖുൽ അഊദു ബിറബ്ബിൽ ഫലഖ്, ഖുൽ അഊദു ബിറബ്ബിൻ നാസ്, ഇഖ്ലാസ്, മുഅവ്വിദത്തൈൻ. ഈ 3 സൂറത്തുകൾ, ഈ 3 സൂറത്തുകൾ കിടക്കുന്ന സമയത്ത് ഓതുന്ന ആളുകൾക്കൊന്ന് എസ്സടിച്ചാട്ടെ. ഇപ്പൊ ക്ലാസ്സിൽ ആരൊക്കെ ഉണ്ടെന്ന് അറിയാലോ. രാത്രി ഉറങ്ങുന്ന സമയത്ത് ഇഖ്ലാസ്, മുഅവ്വിദത്തൈൻ ഓതിയിട്ട് ഉറങ്ങാൻ കിടക്കുന്ന ആളുകളൊക്കെ ഒന്ന് എസ്സടിച്ചാട്ടെ. മാഷാ അല്ലാഹ്, അൽഹംദുലില്ലാഹ്. ഒരു വട്ടം ഓതിയാ മതി. ഓക്കെ, ഇടക്ക് വിട്ടുപോകും. ഇടക്ക് വിടാതെ എല്ലാ ദിവസവും പതിവാക്കാൻ അള്ളാഹു നമുക്ക് എല്ലാവർക്കും തൗഫീഖ് ചെയ്യുമാറാവട്ടെ. അപ്പോ ഉഖബ റളിയല്ലാഹു തആല അൻഹു പറയാണ്, ഖാല ഫമാ നസീതുഹുന്ന മുൻദു ഖാല ലാ തൻസഹുന്ന, റസൂലുള്ളാഹി തങ്ങൾ എന്നോട് മറക്കരുതേ എന്ന് പറഞ്ഞ അന്ന് മുതൽ ഞാൻ ആ 3 സൂറത്തുകൾ ഒരിക്കലും മറന്നിട്ടില്ല. വമാ ബിത്തു ലൈലത്തൻ ഖത്തു ഹത്താ അഖ്റഅഹുന്ന, അവ ഓതാതെ ഞാൻ ഒരിക്കലും ഒരു രാത്രിയും ഉറങ്ങിയിട്ടില്ല, താമസിച്ചിട്ടില്ല എന്ന് സുബ്ഹാനല്ലാഹ് മഹാനായ ഉഖബ റളിയല്ലാഹു തആല അൻഹു പറയുന്നു. ഇൻഷാ അല്ലാഹ് നമുക്കും അത് തുടർച്ചയായി എല്ലാ ദിവസവും ഇടവിടാതെ തുടർച്ചയായി ചെയ്യാനുള്ള തൗഫീഖ് അല്ലാഹു നമുക്ക് നൽകുമാറാവട്ടെ. ഖാല ഉഖബ, മഹാനായ ഉഖബ റളിയല്ലാഹു അൻഹു പറയാ, തുമ്മ ലഖീതു റസൂലല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, 3-ാം പ്രാവശ്യവും ഞാൻ അല്ലാഹുവിന്റെ റസൂലിനെ കാണാനിടയായി. ഫബ്തദഅതുഹു ഫഅഖൽതു ബിയദിഹി, ആ പ്രാവശ്യം ഞാൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കൈ അങ്ങോട്ട് പിടിച്ചു, ഞാൻ പിടിച്ചു. ഫഖുൽതു, എന്നിട്ട് ഞാൻ ചോദിച്ചു, യാ റസൂലല്ലാഹ്, അല്ലയോ പ്രവാചകരെ, അഖ്ബിർനി ബിഫവാദിലിൽ അഅമാൽ, അഖ്ബിർനി ബിഫവാദിലിൽ അഅമാൽ, അമലുകളിൽ വെച്ച് ഏറ്റവും ശ്രേഷ്ഠമായ അമലുകൾ എനിക്ക് തങ്ങൾ പറഞ്ഞു തരണം, ഏറ്റവും പുണ്യമായ അമലുകൾ തങ്ങൾ എനിക്ക് പറഞ്ഞു തരണം
എന്ന് ബഹുമാനപ്പെട്ട മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ബഹുമാനപ്പെട്ട ഉഖ്ബത്തു ബിൻ ആമിർ റളിയല്ലാഹു തആല ചോദി പറഞ്ഞപ്പോൾ ഫഖാല, അല്ലാഹുവിന്റെ റസൂൽ പറയുന്നു, യാ ഉഖ്ബ, യാ ഉഖ്ബ, ഉഖ്ബ സിൽ മൻ ഖതഅക, സിൽ മൻ ഖതഅക, നിന്നോട് കുടുംബബന്ധം മുറിച്ചവരോട് നീ കുടുംബബന്ധം ചേർക്കണം. ഇതാണ് അമലുള്ള ഏറ്റവും പദവിയുള്ള ശ്രേഷ്ഠതയുള്ള അമൽ എന്ന് ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എന്താണ്? സിൽ മൻ ഖതഅക, നിന്നോട് കുടുംബബന്ധം മുറിച്ചവരോട് നീ അങ്ങോട്ട് കുടുംബബന്ധം ചേർക്കണം. നമ്മൾ അങ്ങനെയല്ല അല്ലെ? നമ്മളെങ്ങനെ ഇങ്ങോട്ട് മുണ്ടിയ അങ്ങോട്ട് മുണ്ടും, ഇങ്ങോട്ട് മുണ്ടിയിലെ പോയി പണിയൊക്കെന്ന് പറയും അല്ലെ? മുജാഹിദിനെ പറ്റിയല്ല, മുജാഹിദിനെ അവിടെ നമ്മൾ തർക്കുൽ മുവാലാത്ത് വേണം. അത് വളരെ പ്രസിദ്ധമല്ലേ? മുജാഹിദിന്റെ കാര്യത്തിൽ പറയണം. നിങ്ങളെ കൂട്ടത്തിൽ മുജാഹിദിന്റെ തോന്നുന്നു? നിങ്ങളെ വർഗത്ത് മുജാഹിദ് ഉണ്ടോ? അൽഹംദുലില്ലാഹ് നമ്മളെ വർഗത്തിൽ ഒരു മുജാഹിദും ഇല്ല. അള്ളാഹ് കാത്തുരക്ഷിക്കട്ടെ. നമ്മളെ നാട്ടിലും ഇപ്പോ ഇതുവരെ വന്നിട്ടില്ല. അപ്പൊ അത് പോട്ടെ. എന്താ പറഞ്ഞത്? അതെ, നമ്മുടെ സ്വഭാവം ആരായാലും, ഇനിയിപ്പോ വാപ്പന്നെ ആയാലും അല്ലെ, വാപ്പന്നെ ആയാലും ശരി, അല്ലെങ്കിൽ ഉമ്മന്നെ ആയാലും ശരി, ഇങ്ങോട്ട് മുണ്ടിയ അങ്ങോട്ട് മുണ്ട. ഇങ്ങോട്ട് മുണ്ടിയില്ലേ, എന്താ എന്നോട് ഇങ്ങോട്ട് മുണ്ടാത്തത്? ഞാൻ അങ്ങോട്ട് മുണ്ടൂല. ഈ ഒരു പരുക്കൻ സ്വഭാവം, ഒരു വൃത്തികെട്ട സ്വഭാവം അല്ലാഹു തആല മാറ്റിയെടുക്കാൻ തൗഫീഖ് തരുമാറാവട്ടെ. അപ്പൊ നമ്മൾ ചെയ്യേണ്ടത് ഇങ്ങോട്ട് വന്നില്ലെങ്കിലും അങ്ങോട്ട് പോകണം. ഒരു പരിപാടിക്ക് വിളിച്ചാല് ഓൻ അന്ന് നിന്റെ കുട്ടിന്റെ കല്യാണത്തിന് വന്നിട്ടില്ല, അപ്പൊ അതുകൊണ്ട് ഇന്നിപ്പം ഞാൻ അങ്ങോട്ടും പോണില്ല എന്ന് ഉള്ള ഒരു സ്വഭാവം അല്ലേ? ഒന്റെ വീട്ടിക്ക് വരുന്നില്ലല്ലോ, പിന്നെ ഞാൻ എന്തിനാ അങ്ങോട്ട് പോണത്? ഒന്നോട് ഇങ്ങോട്ട് മുണ്ടുന്നില്ലല്ലോ, ഞാൻ പിന്നെ എന്തിനാ അങ്ങോട്ട് മുണ്ടുന്നത് എന്നുള്ള ഒരു സ്വഭാവം മാറ്റിയിട്ട് സുൽമൻ ഖതഅക, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ആ ഒരു കൽപ്പന സ്വീകരിക്കാൻ നമ്മൾ എല്ലാവരും തയ്യാറാവണം. രണ്ടാമത് ബഹുമാനപ്പെട്ട ഉഖ്ബ റളിയല്ലാഹു അൻഹു പറയുന്നു, വഅതി മൻ ഹറമക, നിനക്ക് തരാത്തവർക്ക് നീ കൊടുക്കണം. നീ ചോദിച്ചിട്ട് നിനക്ക് തരാത്തവർക്ക് നീ എന്ത് ചെയ്യണം? അങ്ങോട്ട് കൊടുക്കണം. അല്ലേ? ഇതൊക്കെ നമ്മുടെ ജീവിതത്തിൽ നിത്യേന സംഭവിച്ചുകൊണ്ടിരിക്കുന്ന വിഷയങ്ങളാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് അറിയാം ഇത് പറയുന്നത് ഉഖ്ബ തങ്ങളോടാണെങ്കിലും ഉദ്ദേശം ഒക്കെ നമ്മളൊക്കെ തന്നെയാണ്. അപ്പോ നമ്മളിങ്ങനത്തെ സ്വഭാവമുള്ള ആളുകൾ വരും എന്ന് അള്ളാഹുവിന്റെ റസൂൽ മുന്നേ മനസ്സിലാക്കിയിട്ട് റസൂൽ പറയാണ് എന്ത്? വഅതി മൻ ഹറമക. അങ്ങനെയാണല്ലോ, നമ്മള് ഒരാൾക്ക് എന്തായി പൈസ കടം ചോദിച്ചു നമ്മളോട്, നമ്മൾ അങ്ങോട്ട് കൊടുത്തില്ല, എന്നിട്ട് തിരിച്ച് അവരുടെ അടുത്ത് നമുക്ക് ആവശ്യമുണ്ട് ചോദിച്ചാൽ എന്താ അവര് പറയാ? മാഷാ അല്ലാഹ്, അവര് പറയും അന്നേ ഞാൻ ചോദിച്ചു തന്നില്ലല്ലോ, ഞാൻ അങ്ങോട്ട് തരുന്നില്ല. ഇങ്ങനെ ഒരു സ്വഭാവം മാറ്റിയിട്ട് വഅതി മൻ ഹറമക, നിനക്ക് തരാത്തവർക്ക് നീ അങ്ങോട്ട് കൊടുക്കണം. വഅരിൽ അമ്മൻ വലമക, നിന്നെ ആക്രമിക്കുന്നയാളെ തൊട്ട് നീ പിന്തിരിഞ്ഞു പോകണം. നിന്നെ ചീത്ത പറയുന്ന ആളുകൾ അല്ലെ, അവിടുന്ന് തൽക്കാലം മാറി നിൽക്കുക. ഈ 3 വിഷയങ്ങളാണ് ബഹുമാനപ്പെട്ട മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ബഹുമാനപ്പെട്ട ഉഖ്ബത്ത് ബിൻ ആമിർ റളിയല്ലാഹു തആല അൻഹുവിന് പറഞ്ഞ കാര്യങ്ങൾ. അപ്പൊ ഈ ഹദീസ് നമ്മൾ മനസ്സിലാക്കേണ്ടത് വെറുതെ കേട്ട് അങ്ങോട്ട് പോകുന്നതിലുപരി 3 വിഷയങ്ങളാണ് ഈ ഹദീസിൽ നമ്മൾ പഠിച്ചത്. ഒന്നാമത്തേത്, ബഹുമാനപ്പെട്ട ഉഖ്ബ റളിയല്ലാഹു അൻഹു റസൂലുള്ളാഹിനോട് ചോദിക്കുന്നു, നബിയെ, ഒരു മുഅ്മിനായ മനുഷ്യൻ രക്ഷപ്പെടാനുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണ്? മറുപടി, നാവ് സംരക്ഷിക്കണം, നീ ചെയ്ത തെറ്റുകളെ മേൽ നീ കരയണം. രണ്ടാമത്, ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉഖ്ബ തങ്ങളെ കണ്ടപ്പോൾ പറയുന്നു, 4 ഗ്രന്ഥങ്ങളിൽ ഇറക്കപ്പെട്ട ആയത്തുകളിൽ വെച്ച് ഏറ്റവും
ശ്രേഷ്ഠമായ 3 സൂറത്തുകൾ ഞാൻ നിനക്ക് പറഞ്ഞു തരാം. ആ 3 സൂറത്തുകൾ ഒരിക്കലും നീ മറന്നു പോവരുത്. അത് ഓതാതെ ഒരിക്കലും നീ ഉറങ്ങാൻ കിടക്കരുത് എന്ന് പറഞ്ഞുകൊണ്ട് ഖുൽ ഹുവല്ലാഹു അഹദ്, ഖുൽ അഊദു ബിറബ്ബിൽ ഫലഖ്, ഖുൽ അഊദു ബിറബ്ബിൻ നാസ് ഈ 3 സൂറത്തുകൾ ഓതുന്നു. അതിനുശേഷം മഹാനായ ഉഖ്ബ തങ്ങൾ പറയുന്നു, റസൂലുള്ളാഹി തങ്ങൾ മറക്കരുത് എന്ന് പറഞ്ഞ ശേഷം ഞാൻ ഒരിക്കലും മറന്നിട്ടില്ല, അത് ഓതാതെ ഞാൻ ഒരിക്കലും കടന്നിട്ടുമില്ല. മൂന്നാമത്തെ വിഷയം മഹാനായ ഉഖ്ബ റളിയല്ലാഹു അൻഹു ചോദിക്കുന്നു, അഖ്ബിർനി ബിഫവാദിൽ അഅ്മാൽ, അമലുകളിൽ വെച്ച് ഏറ്റവും മഹത്വമായ 3 അമല് എനിക്ക് തങ്ങൾ പറഞ്ഞു തരണം എന്ന് പറഞ്ഞപ്പോ റസൂലുള്ളാഹിന്റെ മറുപടി, സിൽമൻ ഖതഅക ആതി അമൻ ഹറമക വഅരിൽ അമ്മൻ വലമക, നിന്നെ ആക്രമിക്കുന്നവരിൽ നിന്ന് നീ പിരിഞ്ഞു പോകണം, നിനക്ക് തരാത്തവർക്ക് നീ കൊടുക്കണം, നിന്നോട് കുടുംബബന്ധം മുറിക്കുന്നവർക്ക് നീ ചേർക്കണം. ഈ 3 വിഷയങ്ങളാണ് ഈ ഹദീസിലൂടെ നമ്മൾ പഠിച്ചത്. ഇനി മറ്റൊരു ഹദീസ്, ബഹുമാനപ്പെട്ട ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഹദീസ്, അൻ ആയിഷ റളിയല്ലാഹു അൻഹാ ഉമ്മുൽ മുഅ്മിനീൻ ആയിഷത്തു തുഹ്റ റളിയല്ലാഹു തആല അൻഹാ ഉദ്ധരിക്കുന്നു, അന്ന നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം, ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കാന അവിടുന്നായിരുന്നു, ഇദാ അവ ഇലാ ഫിറാശിഹി കുല്ല ലൈലത്തിൻ, എല്ലാ രാത്രിയും ഉറങ്ങാൻ വേണ്ടി അവിടുത്തെ വിരിപ്പിലേക്ക് ചെന്നാൽ, ഉറങ്ങാൻ വേണ്ടി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വിരിപ്പിലേക്ക് ചെന്നാൽ, ജമഅ കഫൈഹി, 2 മുൻകൈകൾ കൂട്ടിപ്പിടിക്കും, 2 മുൻകൈകൾ കൂട്ടിപ്പിടിച്ചുകൊണ്ട് സുമ്മ നഫസ ഫീഹിമാ ഫഖറഅ ഫീഹിമാ ഖുൽ ഹുവല്ലാഹു അഹദ് ഖുൽ അഊദു ബിറബ്ബിൽ ഫലഖ് ഖുൽ അഊദു ബിറബ്ബിൻ നാസ്, ഈ 3 സൂറത്തുകൾ 2 കൈകളിൽ ഊതും. 3 സൂറത്തുകൾ 2 കൈകളിൽ ഊതും. സുമ്മ യംസഹു ബിഹിമാ മസ്തതഅ മിൻ ജസദിഹി, പിന്നീട് ആ 2 കൈകളെ കൊണ്ട് അവിടുത്തെ ശരീരത്തിൽ ഏതെല്ലാം സ്ഥലത്ത് തടവാൻ കഴിയുമോ അവിടെയെല്ലാം അല്ലാഹുവിന്റെ റസൂല് തടവും. യബ്ദഉ ബിഹിമാ അലാ റഅ്സിഹി വ വജ്ഹിഹി, ആദ്യം തലയിലും പിന്നെ മുഖത്തും തടവും. വമാ അഖ്ബല മിൻ ജസദിഹി, വമാ അഖ്ബല മിൻ ജസദിഹി, അവിടുത്തെ ശരീരത്തിൽ നിന്ന് ശരീരത്തിന്റെ മുൻഭാഗത്തും അല്ലാഹുവിന്റെ റസൂൽ തടവും. യഫ്അലു ദാലിക സലാസ മർറാത്തിൻ, അത് 3 പ്രാവശ്യം അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചെയ്യാറുണ്ടായിരുന്നു എന്ന് ബഹുമാനപ്പെട്ട ആയിഷ റളിയല്ലാഹു തആല അൻഹ ഉദ്ധരിക്കുന്നു. അപ്പൊ നേരത്തെ ചോദിച്ചു എത്ര പ്രാവശ്യം? 3 പ്രാവശ്യം ചെയ്യാറുണ്ടായിരുന്നു. അപ്പോ ഇത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചെയ്യുന്ന ഒരു പ്രവൃത്തിയാണ് അല്ലെ. നമുക്ക് ചിലപ്പോ പല ആളുകളും ഉറങ്ങാൻ കിടക്കുമ്പോ ഞെട്ടിച്ചാടല്, അതുപോലെ വേണ്ടാത്ത പല ദുസ്വപ്നങ്ങൾ കാണല്, ഇതൊക്കെ സംഭവിക്കും. ഇങ്ങനെ ചെയ്താൽ അതൊക്കെ അതിൽ നിന്നൊക്കെ കാവലാണ് എന്നാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഓടിപ്പോരും. ആരെ പഠിച്ചതിന് ഓടിപ്പോരും എന്നറിയില്ല. അങ്ങനെ ഉണ്ടാവലുണ്ടോ മുസ്തഫക്ക? അത് നല്ല പരിപാടിയാണല്ലോ. ഉറങ്ങാൻ കിടക്കുമ്പോ ഉറക്കത്തിൽ ഓടിപ്പോകുന്ന സ്വഭാവം. അതെ. അപ്പോ പറഞ്ഞു വന്നെന്താ, ഇമാം ബുഖാരി ഉദ്ധരിക്കുന്ന ഹദീസാ. ബുഖാരിയിലെ നമുക്കറിയാലോ, അസഹുൽ കുതുബി ബഅദ കിതാബില്ലാഹി സ്വഹീഹുൽ ബുഖാരി. അതെ, ടി വി കണ്ട് കിടക്കും, വേണ്ടാത്ത സ്വപ്നം കാണും, എന്നിട്ട് പേടിച്ചോടും ചെയ്യും അല്ലേ. അള്ളാഹുവിന്റെ ഖുർആൻ കഴിഞ്ഞാൽ പിന്നെ ലോകത്ത് ഏറ്റവും സ്വഹീഹായ ഗ്രന്ഥം എന്ന് എല്ലാവരാലും സമ്മതിക്കപ്പെട്ട ഇമാം ബുഖാരി തങ്ങൾ സ്വഹീഹിൽ ഉദ്ധരിച്ച ഹദീസാണ്. ബഹുമാനപ്പെട്ട ഇമാം ബുഖാരി തങ്ങൾ പറയുന്നു, ആയിഷ റളിയല്ലാഹു അൻഹ ഉദ്ധരിക്കുന്നു, റസൂലുള്ളാഹി തങ്ങൾ ഉറങ്ങാൻ വേണ്ടി വിരിപ്പിൽ കടന്നാൽ കൈകൾ കൂട്ടിപ്പിടിച്ച് ഇഖ്ലാസ് മുഅവ്വിദത്തിനെ ഓതിയിട്ട് ശരീരത്തിന്റെ മുഴുവൻ ഭാഗങ്ങളിലും തടവാറുണ്ടായിരുന്നു എന്ന്. ഇനി മറ്റൊരു ഹദീസ്, عن ابن عائش الجهني رضي الله عنه قال وعليكم السلام أن النبي صلى الله عليه وسلم ബഹുമാനപ്പെട്ട ഹബീബ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഖാല ലഹു,
ഇബ്നു ആയിഷ് തങ്ങളോട് ചോദിച്ചു, ഇബ്നു ആയിഷ് അല അദുല്ലുക, ഞാൻ നിനക്ക് അറിയിച്ചു തരാം, അല്ലെങ്കിൽ അല ഉഖ്ബിറുക, ഞാൻ നിനക്ക് പറഞ്ഞു തരാം, ബി അഫ്ളലി മാ യതഅവ്വദു ബിഹിൽ മുതഅവ്വിദൂൻ, കാവൽ ചോദിക്കുന്നവർ ഏറ്റവും അഫ്ളലായ സംഗതി, അല്ലാഹു തആലയോട് എല്ലാ ശർറുകളെ തൊട്ടും കാവൽ ചോദിക്കുന്ന വസ്തുക്കളിൽ വെച്ച് ഏറ്റവും അഫ്ളലായ സംഗതി ഞാൻ നിനക്ക് പറഞ്ഞു തരട്ടെയോ എന്ന് ഇബ്നു ആയിഷ് തങ്ങളോട് റസൂലുള്ളാഹി തങ്ങൾ ചോദിച്ചപ്പോൾ ഖാല ബലാ യാ റസൂലല്ലാഹ്, അതേ നബിയെ തങ്ങൾ പറഞ്ഞു തരണം എന്ന് റസൂലുള്ളാഹി തങ്ങളോട് പറഞ്ഞപ്പോ ഖാല ഖുൽ അഊദു ബിറബ്ബിൽ ഫലഖ് ഖുൽ അഊദു ബിറബ്ബിൻ നാസ് ഹാതാനി സൂറത്താനി, ഈ രണ്ട് സൂറത്തുകളാണ് അല്ലാഹു തആലയോട് എല്ലാ ശർറുകളിൽ നിന്നും കാവൽ ചോദിക്കേണ്ട കാര്യങ്ങളിൽ വെച്ച് ഏറ്റവും അഫ്ളലായ രണ്ട് സൂറത്തുകളാണ് ഖുൽ അഊദു ബിറബ്ബിൽ ഫലഖ് ഖുൽ അഊദു ബിറബ്ബിൻ നാസ്, ഈ രണ്ട് സൂറത്തുകൾ. ഒന്നുകൂടി അൻ ആയിഷ റളിയല്ലാഹു അൻഹാ, മഹദിയായ ഉമ്മുൽ മുഅ്മിനീൻ ആയിഷ റളിയല്ലാഹു അൻഹ പറയുന്നു, അന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഹബീബായ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കാന ഇദസ്തഖാ, ഇൻഷാ അല്ലാഹ് ബാങ്ക് കൊടുക്കാറായി. ബാക്കി ഇൻഷാ അല്ലാഹ് പിന്നെ നമുക്ക് സൗകര്യം പോലെ പറയാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് ചെയ്യുമാറാവട്ടെ. ഈ രണ്ട് സൂറത്തുകളുടെ ബർക്കത്ത് കൊണ്ട് അല്ലാഹു എല്ലാ ശർറുകളിൽ നിന്നും അല്ലാഹു നമ്മെ കാത്ത് രക്ഷിക്കുമാറാവട്ടെ എന്ന് ദുആ ചെയ്ത് തൽക്കാലം വിടുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. വലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അൽഹംദുലില്ലാഹ്. നല്ലൊരു വിഷയമായിരുന്നു ഉസ്താദ്. സൂറത്തുകളുടെ മഹത്വത്തെക്കുറിച്ച് അല്ലാഹുവിൻ്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ് കൊടുത്ത ആ ഉസ്താദ് നമുക്ക് പകർന്നു തന്നു. റബ്ബ് സുബ്ഹാനഹു വ തആല സ്വീകരിക്കുമാറാകട്ടെ. ഉസ്താദിന് അല്ലാഹു ആഫിയത്തുള്ള ദീർഘായുസ്സ് നൽകുമാറാകട്ടെ. ഉസ്താദിൻ്റെ ജോലിയിൽ അൽമീൻ അല്ലാഹു ബർക്കത്ത് നൽകുമാറാകട്ടെ. ഉസ്താദിന് അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വാലിഹത്തായ സന്താനങ്ങളെ നൽകുമാറാകട്ടെ. ഇൻഷാ അല്ലാഹ്. അൽഹംദുലില്ലാഹ്. മലേഷ്യയിൽ നിന്നാണ് നമുക്ക് ഉസ്താദ് ക്ലാസ് എടുത്തു തരുന്നത്. ഉസ്താദിൻ്റെ ക്ലാസ് നമുക്ക് എല്ലാ ആഴ്ചയിലും കിട്ടാറുണ്ട്. അപ്പോൾ അതൊക്കെ എല്ലാവരും കേൾക്കണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ജീവിത ചിട്ടകൾ, ആ ജീവിത രീതികൾ, ഇതെല്ലാം നമുക്ക് നല്ല രീതിയിൽ തന്നെ ഉസ്താദ് ക്ലാസ് എടുത്ത് തരാറുണ്ട്. അപ്പോൾ എല്ലാവരും അത് കേൾക്കാൻ ശ്രമിക്കണം. റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മൾ കേൾക്കുന്ന വിഷയങ്ങളത് പഠിച്ച് ഹൃദയത്തിൽ പകർത്തി അതനുസരിച്ച് അമൽ ചെയ്യാൻ നമുക്ക് എല്ലാവർക്കും റബ്ബ് സുബ്ഹാനഹു വ തആല തൗഫീഖ് ചെയ്യുമാറാകട്ടെ എന്ന് ദുആ ചെയ്യുകയാണ്. അൽഹംദുലില്ലാഹ്. നമ്മുടെ KMSC സംബന്ധിച്ചിടത്തോളം വലിയൊരു അനുഗ്രഹമാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. എത്രയോ ആലിമികളും പണ്ഡിതന്മാരും സയ്യിദന്മാരൊക്കെ വന്നിട്ട് നമുക്ക് വേണ്ടിയിട്ട് ദുആ ചെയ്യുന്നു, നമുക്ക് ക്ലാസ് എടുത്തു തരുന്നു. അൽഹംദുലില്ലാഹ്. പല നാടിൽ നിന്നും ഉള്ള എത്രയോ സഹോദരങ്ങളും സഹോദരിമാരും നമ്മുടെ ക്ലാസ് റൂമിലുണ്ട്. അവർക്കൊക്കെ എത്രയോ അൽമ പഠിക്കാൻ സാധിക്കുന്നുണ്ട് നമ്മുടെ KMSC കൊണ്ട്. അൽഹംദുലില്ലാഹ്. ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച എത്രയോ നല്ല മനസ്സുള്ള ആൾക്കാരുണ്ട്. അവർക്കെല്ലാം റബ്ബ് സുബ്ഹാനഹു വ തആല ഇതിനെല്ലാം അർഹമായ പ്രതിഫലം നൽകുമാറാകട്ടെ എന്ന് ദുആ ചെയ്യുകയാണ്. ഇതൊക്കെ നമുക്ക് ഈ സംവിധാനങ്ങൾ ഒരുക്കി തന്ന ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച എത്രയോ നല്ല മനുഷ്യന്മാർ, അതുപോലെ റേഡിയോ ശ്രോതാക്കൾ, റേഡിയോ TV മൊബൈൽ TV കാണാനൊക്കെ എല്ലാ സൗകര്യങ്ങളും കാശ് കൊടുത്തുകൊണ്ട് ഇതിന് സഹായിച്ച എത്രയോ നല്ല മനുഷ്യരുള്ളവരുണ്ട്. എല്ലാവരും അവർക്ക് വേണ്ടിയൊക്കെ ദുആ ചെയ്യണം. നമുക്കതേ കഴിയുള്ളൂ. നമ്മൾ ആ ഒരു ഇതിൽ നമ്മളൊരു കാശും കൊടുക്കാതെ നമ്മളിതിലൊക്കെ ക്ലാസ് റൂമിൽ വന്നിരിക്കുന്നത്. അൽഹംദുലില്ലാഹ്. അതിൻ്റെ ഒരുപാട് ചിലവ് നമുക്ക് വരുന്നുണ്ട്. അതൊക്കെ അവർ എടുത്തുകൊണ്ടാണ് നമുക്കിതൊക്കെ ഈ സംവിധാനങ്ങൾ ഒരുക്കി തന്നത്. അപ്പോൾ നമ്മൾ എപ്പോഴും അവർക്ക് വേണ്ടി ദുആ ചെയ്യണം. അവർക്ക് ആഫിയത്തിലെ ദീർഘായുസ്സിന് വേണ്ടി അവർക്ക് അള്ളാഹു ഇതിന് ചിലവഴിച്ചതിനാട്ടിക്കും അധികം സമ്പത്ത് അള്ളാഹു നൽകുമാറാകട്ടെ എന്ന് ദുആ ചെയ്യുകയാണ്. ഇൻഷാ അല്ലാഹ്. അതുപോലെ നമ്മുടെ ഉസ്താദന്മാർ എപ്പോൾ വന്നാലും നമുക്ക് വേണ്ടിയൊക്കെ ദുആ ചെയ്യും, നമ്മുടെ കുടുംബങ്ങൾക്ക് വേണ്ടി ദുആ ചെയ്യുന്നു. അവർക്കെല്ലാവർക്കും അല്ലാഹു സുബ്ഹാനഹു വ തആല ആഫിയത്തിലെ ദീർഘായുസ്സ് നൽകുമാറാകട്ടെ. അതുപോലെ നമ്മുടെ സയ്യിദ് അവർകൾ മദീനയിൽ എപ്പോൾ വന്നാലും നമുക്ക് വേണ്ടിയൊക്കെ ദുആ ചെയ്യുന്നു. അവിടെ ചെന്നിട്ട് ഹബീബിൻ്റെ ചാരത്ത് പോയി നമ്മുടെ സലാമൊക്കെ അവിടെ സമർപ്പിക്കൽ, അതുപോലെ നമുക്കൊക്കെ വേണ്ടി ദുആ ചെയ്യുകയും ചെയ്യുന്ന നമ്മുടെ മദീനയിലുള്ള സയ്യിദ് അവർകൾ സൈൻ തങ്ങൾ ഇപ്പോൾ നാട്ടിലാണ് ഉള്ളത്.
ഇൻഷാ അല്ലാഹ് റബ്ബ് സുബ്ഹാനഹു വ തആല മഹാനവറുകൾക്ക് ആഫിയത്തുള്ള ദീർഘായുസ്സ് നൽകുമാറാകട്ടെ എന്ന് ദുആ ചെയ്യുകയാണ് ഇൻഷാ അല്ലാഹ്. ഇനി അപ്പോൾ ഉസ്താദിന് ലീവാണെങ്കിൽ ഉസ്താദ് ഇപ്പോൾ ഞായറാഴ്ചയും വരാറുണ്ട് ക്ലാസ്സിന്. ഇൻഷാ അല്ലാഹ് നമുക്ക് ഇനി 2:30 വരെ ഫ്രീ ആണ്. ഉസ്താദന്മാർ ലൈവായിട്ട് പോകാൻ അറിയുന്നുണ്ടെങ്കിൽ നമുക്ക് ഇൻഷാ അല്ലാഹ് മൈക്കിൽ വന്നാലും, അതല്ലെങ്കിൽ നല്ല റെക്കോർഡിലേക്ക് കിടക്കാം. ഇനി നമുക്ക് അബൂസമാൻ മാഷിൻ്റെ ഉറുദു ക്ലാസ് ഉണ്ട്. മാഷിപ്പോൾ നാട്ടിലാണെന്ന് അറിയില്ല. അതുപോലെ മുസ്തഫ സാറിൻ്റെ ക്ലാസ്സുണ്ട്, ഇരട്ടിക്ക് സംബന്ധമായിട്ടുള്ള അവർക്ക് കരണ്ടീൻ്റെ ക്ലാസ് ഇന്നുണ്ട് ഇൻഷാ അല്ലാഹ് 3:30 to 4:30 വരെ. അപ്പോൾ എല്ലാവരും കൂട്ടുകാരൊക്കെ ഒന്ന് അറിയിച്ച് ഇൻവൈറ്റ് ചെയ്തുകൊണ്ട് നമ്മുടെ റൂം സജീവമാക്കുക. ഇനി ഒരുപാട് ഐഡിയകൾ വരാനുണ്ട്. ഓരോ ദിവസം തോറും നമുക്ക് ഒരുപാട് ഐഡിയകൾ കൂടി വരുന്നുണ്ട്. റേഡിയോ ശ്രോതാക്കളാണ് ഏറ്റവും കൂടുതൽ. ഇതിലിരിക്കുന്ന എത്രയോ സഹോദരിമാരും സഹോദരങ്ങൾ, ഉമ്മമാർ, ഉപ്പമാർ, എല്ലാവർക്കും റബ്ബ് സുബ്ഹാനഹു വ തആല അർഹിക്കുന്ന പ്രതിഫലം നൽകുമാറാട്ടെ. ഉസ്താദിന് ഇനി ഇൻഷാ അല്ലാഹ് ഉസ്താദിന് വീണ്ടും നിശ്ചയം. ഉസ്താദിൻ്റെ കാര്യക്കാരല്ല റാഹത്താണ്. ഉസ്താദ് നിശ്ചയത്തിന് പോകണമെന്ന് അറിയിച്ചു സൗഖത്ത് ഉസ്താദ്. അല്ലാഹു ആഫിയത്തുള്ള ദീർഘായുസ്സ് നൽകുമാറാകട്ടെ. ശരി ഇൻഷാ അല്ലാഹ് ഉസ്താദ് പറഞ്ഞു എടുത്ത ക്ലാസ്സുകൾ ഇൻഷാ അല്ലാഹ് നമുക്ക് തുടർന്ന് കേൾക്കാം. എല്ലാവരും നമ്മുടെ KMS തന്നെ തുടരുക. റബ്ബ് സുബ്ഹാനഹു വ തആല ഉസ്താദിനെ നല്ല രീതിയിൽ തന്നെ പൂർത്തിയാക്കാൻ റബ്ബ് തൗഫീഖ് ചെയ്യുമാറാകട്ടെ. ഇൻഷാ അല്ലാഹ് നിഷാദ് റെക്കോർഡ് വെക്കൂലേ? അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. കൈകളിൽ ഊതിയിട്ട് അവിടുത്തെ തലയിലും, ആദ്യം തലയിലും, പിന്നെ മുഖത്തും, പിന്നെ ശരീരത്തിന്റെ മുൻവശങ്ങളിലും, ബാക്കി കയ്യെത്താവുന്ന മുഴുവൻ സ്ഥലങ്ങളിലും അള്ളാഹുവിന്റെ റസൂൽ തടഞ്ഞിരുന്നു എന്ന വിഷയം നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ഇനി അതേ ആയിഷ റളിയല്ലാഹു അൻഹാ തന്നെ ഉദ്ധരിക്കുന്ന മറ്റൊരു ഹദീസ് കാണാം. അന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ, ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, കാന ഇദസ്തക, അവിടത്തേക്ക് എന്തെങ്കിലും അസുഖമുണ്ടായാൽ, രോഗമുണ്ടായാൽ, യഖറഉ അലാ നഫ്സിഹി ബിൽ മുഅവ്വിദത്തൈൻ, അവിടുത്തെ ശരീരത്തിൽ ഖുൽ അഊദു ബിറബ്ബിൽ ഫലഖ്, ഖുൽ അഊദു ബിറബ്ബിൻ നാസ്, ഈ 2 സൂറത്തുകളും ഓതിയിട്ട് വയംഫുസു, അവിടുന്ന് ഊതും. 2 സൂറത്തുകൾ ഓതിയിട്ട് ശരീരത്തിൽ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഊതും. അങ്ങനെ ഫലമ്മസ്തദ്ദ വജഅഹു, അവിടുത്തെ രോഗം ശക്തിയായപ്പോൾ സ്വന്തമായി അള്ളാഹുവിന്റെ ഹബീബിന് ഓതാനും ഊതാനും കഴിയാതെ വന്നപ്പോൾ കുന്തു അഖറഉ അലൈഹി, അള്ളാഹുവിന്റെ റസൂലിന് ഞാൻ ഓതി കൊടുക്കും, റസൂലുള്ളാഹിന്റെ ശരീരത്തിൽ ഞാൻ ഓതും. എന്നിട്ട് വഅംസഹു ബിയദിഹി അലൈഹി, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കൈ കൊണ്ട് തന്നെ അവിടുത്തെ ശരീരം ഞാൻ തടഞ്ഞു കൊടുക്കും. റജാഅ ബറകതിഹാ, ആ സൂറത്തുകളുടെ ബറക്കത്ത് ആഗ്രഹിച്ചുകൊണ്ട്. അപ്പോ റസൂലുള്ളാഹി തങ്ങൾക്ക് എന്തെങ്കിലും രോഗമുണ്ടായാൽ ആ രോഗത്തിന്റെ ശിഫക്ക് വേണ്ടി അള്ളാഹുവിന്റെ റസൂലിന്റെ സാധാരണ മരുന്ന് ഈ 2 സൂറത്തുകളായിരുന്നു. ഖുൽ അഊദു ബിറബ്ബിൽ ഫലഖ്, ഖുൽ അഊദു ബിറബ്ബിൻ നാസ്, ഈ 2 സൂറത്തുകൾ അള്ളാഹുവിന്റെ റസൂൽ ഓതിയിട്ട് അവിടുന്ന് തന്നെ ഊതുമായിരുന്നു. അതേ സമയത്ത് റസൂലുള്ളാഹിക്ക് രോഗം ശക്തിയായപ്പോൾ ബഹുമാനപ്പെട്ട മഹദി ആയിഷ ഉമ്മ റളിയല്ലാഹു അൻഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ശരീരത്തിൽ ആ 2 സൂറത്തുകൾ ഓതിയിട്ട് റസൂലുള്ളാഹിന്റെ കൈകൊണ്ട് തന്നെ അവിടുത്തെ ശരീരത്തിൽ തടഞ്ഞിരുന്നു എന്ന് മഹാന്മാരായ മുഫസ്സിറുകൾ രേഖപ്പെടുത്തിയതായി കാണാം. ഡെസ്കിലുള്ളവരെല്ലാം ഒന്ന് ഉണരും. ഇപ്പൊ എല്ലാരും ഉറങ്ങാണോ മുസ്തഫക്ക? നിങ്ങളാളുകളെ ഏതായാലും ഇൻഷാ അല്ലാഹ് ഇനി നമുക്ക് അതിന്റെ അല്പം വിശദീകരണം പറയാം. ഇൻഷാ അല്ലാഹ്. ഖുൽ അഊദു ബിറബ്ബിൽ ഫലഖ്, അല്ലേ?
ഖുൽ അഊദു ബിറബ്ബിൽ ഫലഖ്, നബിയെ തങ്ങൾ പറയുക, ഞാൻ കാവൽ തേടുന്നു, കാവൽ ചോദിക്കുന്നു ഫലഖിന്റെ റബ്ബ് ആയ അള്ളാഹുവിനെ കൊണ്ട് ഞാൻ കാവൽ ചോദിക്കുന്നു. ഇതാണ് ഒന്നാമത്തെ ആയത്ത്. അൽ ഫലഖിലെ സൂറ അൽ ഫലഖിലെ ഒന്നാമത്തെ ആയത്ത്. ഖുൽ, ഖുൽ തങ്ങൾ പറയുക, ഖാല യഖൂലു ഖുൽ പറയുക. ബഹുമാനപ്പെട്ട ഇമാം റാസി റഹിമഹുല്ലാ ഈ ആയത്ത് വിശദീകരിച്ചുകൊണ്ട് ഒരുപാട് വലിയ ചർച്ചകൾ നടത്തിയിട്ടുണ്ട്. അള്ളാഹുവിന്റെ റസൂലിനോടുള്ള കൽപ്പനയാണ് എന്ത്? ഖുൽ. ഖുൽ മഖ്റജൊക്കെ നമ്മള് പഠിച്ചു, ഏതാനും ചില അക്ഷരങ്ങൾ പഠിച്ചു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഞാനും ഇപ്പൊ വന്നിട്ടേ ഉള്ളൂ. അപ്പൊ ഈ ഖുൽ എന്നുള്ളതിൽ തന്നെ ഒരുപാട് ഫായിദകൾ ഉണ്ട് എന്നാണ്. ഒരുപാട് ഫായിദകളുണ്ട്. എന്താണ് ഒന്നാമത്തെ ഫായിദ? സുബ്ഹാനല്ലാഹ്, ഇതിനു മുമ്പുള്ള സൂറത്താണ് ഇത്, ഖുൽ ഹുവല്ലാഹു അഹദ്, സൂറത്തുൽ ഇഖ്ലാസ്. ആ സൂറത്തുൽ ഇഖ്ലാസ് ഓതാനും അല്ലാഹു സുബ്ഹാനഹു വ തആല കൽപ്പിച്ചു. ഖുൽ ഹുവല്ലാഹു അഹദ് അല്ലാഹുസ് സമദ് ലം യലിദ് വലം യൂലദ് വലം യകുൽ ലഹു കുഫുവൻ അഹദ് എന്ന സൂറത്ത്. അതിലെന്താണുള്ളത്? ആ സൂറത്തിൽ ഉള്ളത് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ദാത്തിലും അല്ലാഹുവിന്റെ സിഫത്തിലും വിശേഷണങ്ങളിലും അവനോട് യോജിക്കാത്ത മുഴുവൻ കാര്യങ്ങളെ തൊട്ടും അവനെ സംശുദ്ധനാക്കുന്നു. അള്ളാഹുവിനെ പരിശുദ്ധനാക്കുകയാണ് ആ സൂറത്തിലൂടെ ചെയ്യുന്നത്. അതാണെങ്കിലോ അത് വലിയ ഇബാദത്താണ്. അള്ളാഹുവിനെ പരിശുദ്ധനാക്കുക എന്നുള്ളത് അള്ളാഹുവിനോട്, അവന്റെ ആ മഹത്വത്തോട്, അവന്റെ വിശേഷണങ്ങളോട് യോജിക്കാത്ത കാര്യങ്ങളിൽ നിന്ന് അവനെ സംശുദ്ധനാക്കുക എന്നുള്ളത് വലിയ അഅ്ളമുത്താഅത്ത്, വലിയ ഇബാദത്തിൽപ്പെട്ട വിഷയമാണ്. അപ്പൊ ഇവിടെ മനുഷ്യൻ പറയുന്ന പോലെയാണ് എന്ത്? അല്ലാഹുവേ ഇലാഹനാ ഹാദിഹി ത്വാഅതു അദീമത്തുൻ ജിദ്ദൻ, അല്ലാഹുവേ ഈ ഇബാദത്ത്, നിന്നെ സംശുദ്ധനാക്കുക, നിന്നെ പരിശുദ്ധനാക്കുക എന്നുള്ള ആ ഇബാദത്ത് അത് വലിയ ഇബാദത്താണ്, വലിയ മഹത്വമുള്ള ഇബാദത്താണ്. ലാ അസിഖു ബിനഫ്സി ഫിൽ വഫാഇ ബിഹാ, അത് സമ്പൂർണമായി എനിക്ക് എന്റെ ശരീരം കൊണ്ട് നിർവഹിക്കാൻ എനിക്ക് കഴിയില്ല എന്ന് മനുഷ്യൻ പറയുമ്പോൾ ഫഅജാബ, അല്ലാഹുവിന്റെ മറുപടി എങ്ങനെ? എന്നാൽ നീ പറഞ്ഞോ, ഖുൽ അഊദു ബിറബ്ബിൽ ഫലഖ് എന്ന് പറഞ്ഞാ അസ്തഈദു ബില്ലാഹി വഅൽതജിഉ ഇലൈഹി ഹത്താ യുവഫിഖക ലിഹാദിഹി ത്വാഅതി അലാ അക്മലിൽ വുജൂഹ്. ഈ ഇബാദത്ത്, അല്ലാഹുവിനെ പരിശുദ്ധനാക്കുക, തൻസീഹാക്കുക എന്നുള്ള ആ ഇബാദത്ത് അതിന്റെ പൂർണ്ണമായ രൂപത്തിൽ ചെയ്യാൻ അല്ലാഹുവേ നീ എനിക്ക് തൗഫീഖ് തരാൻ വേണ്ടി, എന്റെ ശരീരത്തിന് ആ ഇബാദത്ത് പൂർണ്ണമായും നിർവഹിക്കാൻ വേണ്ടി ഞാൻ നിന്നിലേക്ക് ചേരുന്നു, നിന്നോട് കാവൽ ചോദിക്കുന്നു എന്നാണ് ഒന്ന്. രണ്ടാമത്തെ അർത്ഥം ഖുൽ എന്നതിന്റെ അർത്ഥമാണ് പറയുന്നത്. ഖുൽ, നീ തങ്ങൾ പറയുക എന്നുള്ളത് പറയാനുള്ള പശ്ചാത്തലമാണ് നമ്മളിപ്പോൾ പറയുന്നത്. രണ്ടാമത്തേത് ബഹുമാനപ്പെട്ട മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് മക്കയിലുണ്ടായിരുന്ന മുശ്രിക്കുകൾ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ തറവാടിനെ കുറിച്ച്, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ സിഫാത്തുകളെ കുറിച്ച് ചോദിക്കുന്നു. അവർ ചോദിക്കാൻ, അപ്പൊ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു എന്ത്? ഞാൻ എങ്ങനെ ഈ വിഡ്ഢികളായ ആളുകളിൽ നിന്ന് രക്ഷപ്പെടും? അല്ലാഹു തആലയോട് പറയുന്നത് പോലെ, അല്ലാഹുവേ ഈ വിവരമില്ലാത്ത ആളുകളിൽ നിന്ന് ഞാൻ എങ്ങനെ രക്ഷപ്പെടും? അവർ നിന്റെ കാര്യത്തിൽ വല്ലാതെ അതിക്രമിച്ച് നിന്നോട് യോജിക്കാത്ത കാര്യങ്ങൾ നിന്നിൽ പറയുന്നു. അല്ലാഹ്,
നിന്റെ ആ മഹത്വത്തോട് അളമത്തിനോട് യോജിക്കാത്ത വിഷയങ്ങൾ അല്ലാഹുവേ നിന്നിൽ അവർ സംസാരിക്കുന്നു. ഈ വിഡ്ഢികളായ ജാഹിലുകളായ ആളുകളിൽ നിന്ന് ഞാൻ എങ്ങനെ രക്ഷപ്പെടും എന്ന് ബഹുമാനപ്പെട്ട മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വിചാരിക്കുമ്പോൾ ഫഖാലല്ലാഹ്, ഉടൻ അല്ലാഹു തആല പറയുന്നു, ഖുൽ അഊദു ബിറബ്ബിൽ ഫലഖ് ഐ അസ്തഈദു ബി ഹത്താ അസൂനക അൻ ശർരിഹിം. നബിയേ, തങ്ങൾ പറയൂ, എന്നെക്കൊണ്ട് കാവൽ ചോദിക്കൂ ആ കാഫിറുകളുടെ, ആ മുശ്രിക്കുകളുടെ ശർറിൽ നിന്ന് ഞാൻ തങ്ങളെ സംരക്ഷിക്കാൻ വേണ്ടി, കാത്തു സൂക്ഷിക്കാൻ വേണ്ടി എന്നോട് കാവൽ ചോദിച്ചോളൂ. കുൽ, തങ്ങൾ പറയുക. ഇതാണ് കുൽ എന്നുള്ള ആ വാക്കിന്റെ രണ്ടാമത്തെ ഉദ്ദേശമായിട്ട് മഹാനായ ഇമാം റാസി റഹിമഹുല്ലാ പറയുന്നത്. സൗണ്ട് കുറവുണ്ടോ? സൗണ്ട് കേൾക്കുന്നുണ്ടോ? ഓക്കെ. ഇപ്പൊ രണ്ട് വിഷയങ്ങളാണ് നമ്മൾ പറഞ്ഞത്. മൂന്നാമത്തേത് എന്താണ്? മൂന്നാമത്തേത് അല്ലാഹു തആല തന്നെ പറയുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല തന്നെ പറയുന്നത് പോലെ എന്താ പറയുന്നത്? മനിൽ തജഅ ഇലാ ബൈത്തി ശറഫ്തുഹു വജഅൽതുഹു ആമിനൻ. എന്റെ വീട്ടിലേക്ക്, കഅബയിലേക്ക് ആരെങ്കിലും ചെന്ന് ചേർന്നാൽ അവനെ ഞാൻ സംരക്ഷിക്കുകയും എല്ലാവിധ സുരക്ഷത്വവും നൽകുകയും ചെയ്യുന്നു. ഫഖുൽതു, അതുകൊണ്ട് ഞാൻ പറയുന്നു, വമൻ ദഖലഹു കാന ആമിന. ആ കഅബയിൽ ആരെങ്കിലും പ്രവേശിച്ചാൽ അവൻ വിശ്വസ്തനാണ്. അതുകൊണ്ട് ഫൽതജി അൻത ഐളൻ ഇലയ്യ ഹത്താ അജ്അലക ആമിന. നബിയെ, തങ്ങളും എന്നോട് കാവൽ ചോദിക്കണം, ഞാൻ തങ്ങൾക്ക് എല്ലാവിധ സംരക്ഷണവും നൽകാം. അതുകൊണ്ട് കുൽ, തങ്ങൾ പറയൂ, അഊദു ബിറബ്ബിൽ ഫലഖ്, ഫലഖിന്റെ, പ്രഭാതത്തിന്റെ ഉടമസ്ഥനായ അല്ലാഹുവിനോട് ഞാൻ കാവൽ ചോദിക്കുന്നു. ഇതാണ് കുൽ എന്നുള്ള ആ വാക്കിന്റെ മൂന്ന് ഉദ്ദേശമായി ബഹുമാനപ്പെട്ട ഇമാം റാസി റഹിമഹുല്ലാ നമ്മോട് രേഖപ്പെടുത്തുന്നത്. രണ്ടാമത്തെ വിഷയം, ഇനി പറയുന്ന വിഷയം വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ്. ഇന്ന് ലോകത്ത്, നമ്മുടെ നാട്ടിലും മറ്റു ചില സ്ഥലങ്ങളിലും അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ വിശ്വാസികളായ നമ്മളും വിദ്അത്തിന്റെ ആളുകളും വലിയ തർക്കത്തിലിരിക്കുന്ന ഒരു വിഷയമാണ് മന്ത്രം എന്നുള്ളത്. മന്ത്രം കൊണ്ട് സഹായം തേടാൻ പറ്റുമോ, ആ മന്ത്രം കൊണ്ട് കാവൽ തേടാൻ പറ്റുമോ എന്നുള്ള വിഷയം ഇന്ന് വലിയ തർക്കത്തിലിരിക്കുന്ന സംഭവമാണ്. അതുകൊണ്ട് ആ മന്ത്രത്തെ കുറിച്ച്, കാരണം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മന്ത്രിച്ചിരുന്നു എന്നുള്ള വിഷയം നമുക്ക് ഹദീസുകളിൽ കാണാൻ പറ്റും. ഈ സൂറത്തുകൾ കൊണ്ട് തന്നെ മന്ത്രിച്ചിരുന്നു എന്നും കാണാൻ പറ്റും. അപ്പോ ഖുൽ അഊദു ബിറബ്ബിൽ ഫലഖ്, ഖുൽ അഊദു ബിറബ്ബിൻ നാസ്, മുഅവ്വിദത്താനി എന്നറിയപ്പെടുന്ന രണ്ട് സൂറത്തുകൾ നമ്മൾ ചർച്ചക്കിടുമ്പോൾ ആ ചർച്ചയിൽ പ്രധാനപ്പെട്ട ഒരു വിഷയമായി മന്ത്രവും കടന്നു വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ രണ്ടാമത്തെ വിഷയം, മന്ത്രത്തെ കുറിച്ച് അല്പം പറയാം. ബഹുമാനപ്പെട്ട ഇമാം റാസി റഹിമഹുല്ലാ തന്നെ ഉദ്ധരിക്കുന്ന വിഷയം പറയാം. മന്ത്രം അത് ജായിസാണ് എന്നുള്ളതിന് തെളിവായിട്ട് ഒരുപാട് ഹദീസുകൾ ഉദ്ധരിക്കുന്നതായി നമുക്ക് കാണാൻ പറ്റും. ഒന്ന്, മാറുവിയ അന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇസ്തകാ, ഹബീബായ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് രോഗമായി. ഫറഖാഹു ജിബ്രീലു അലൈഹിസ്സലാം, ആ സമയത്ത് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മഹാനായ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം മന്ത്രിച്ചു. ഫഖാൽ, എന്ന് പറഞ്ഞിട്ടാ മന്ത്രിച്ചത്? ബിസ്മില്ലാഹി അർഖീക മിൻ കുല്ലി ഷൈഇൻ യുഅ്ദീക വല്ലാഹു യശ്ഫീക. അല്ലാഹുവിന്റെ നാമം കൊണ്ട് നബിയെ, തങ്ങൾക്ക് ഞാൻ മന്ത്രിക്കുന്നു, തങ്ങളെ ബുദ്ധിമുട്ടിക്കുന്ന എല്ലാ വസ്തുക്കളിൽ നിന്നും. വല്ലാഹു യശ്ഫീക, അല്ലാഹു സുബ്ഹാനഹു വ തആല തങ്ങൾക്ക് ശിഫ നൽകും, ശിഫ നൽകട്ടെ.
എന്ന് ആ ദിക്ർ എന്ന മന്ത്രം കൊണ്ട് ബഹുമാനപ്പെട്ട ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം തന്നെ റസൂലുള്ളാഹി തങ്ങൾക്ക് അസുഖമാവുമ്പോൾ മന്ത്രിച്ചിരുന്നു എന്ന് ബഹുമാനപ്പെട്ട ഇമാം മുഹദ്ദിസുകൾ രേഖപ്പെടുത്തുന്നു. അപ്പം അതുകൊണ്ട് തന്നെ മന്ത്രം അത് ജായിസാണ് എന്നുള്ളതിന് ഒന്ന് തെളിവ്. രണ്ടാമത്തേത് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയുന്നു, ഖാല ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല അൻഹു പറയുന്നു, കാന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആയിരുന്നു യുഅല്ലിമുന ഞങ്ങൾക്ക് പഠിപ്പിച്ചിരുന്നു മിനൽ ഔജാഇ കുല്ലിഹാ എല്ലാ വേദനകളിൽ നിന്നും റസൂലുള്ളാഹി തങ്ങൾ ഞങ്ങൾക്ക് പഠിപ്പിച്ചിരുന്നു. വൽ ഹുമ്മ പനിയിൽ നിന്നും റസൂലുള്ളാഹി തങ്ങൾ ഞങ്ങൾക്ക് പഠിപ്പിച്ചിരുന്നു. ഹാദ ദുആ ഈ ദുആ പഠിപ്പിച്ചിരുന്നു. എന്താ ദുആ? ബിസ്മില്ലാഹിൽ കരീം അഊദു ബില്ലാഹിൽ അളീം മിൻ ശർരി കുല്ലി അറഖിൻ ആർ വമിൻ ശർരി ഹർരിൻ നാർ എന്ന ദുആ എന്ന ആ മന്ത്രം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഞങ്ങൾക്ക് പഠിപ്പിച്ചിരുന്നു എന്ന് പറയുന്നതാരാണ്? റഈസുൽ മുഫസ്സിരീൻ അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല അൻഹു പറയുന്ന ഹദീസ് ഉദ്ധരിച്ചുകൊണ്ട് മന്ത്രം ജായിസാണ് എന്ന് ബഹുമാനപ്പെട്ട ഇമാം റാസി റഹിമഹുല്ലാ പറയുന്നു. മൂന്നാമത്തേത് മന്ത്രം ജായിസാണ് എന്നുള്ളതിന് മൂന്നാമത്തെ തെളിവ് ഖാല അലൈഹിസ്സലാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തന്നെ പറയട്ടെ, മൻ ദഖല അലാ മരീലിൻ ലം യഹ്ളുറുഹു അജലുഹു ഫഖാല അസ്അലുല്ലാഹൽ അലീം റബ്ബൽ അർശിൽ അലീം അൻ യശ്ഫിയക സബ്അ മർറാത്തിൻ ശഫാ. ഒരാൾ ഒരു രോഗിയുടെ അടുത്ത് പ്രവേശിച്ചു. എങ്ങനെയുള്ള രോഗിയാണ്? അവന്റെ മരണം ആസന്നമാവാത്ത രോഗി. അങ്ങനെയുള്ള ഒരു രോഗിയുടെ അടുത്ത് പ്രവേശിച്ചിട്ട് ഫഖാൽ അവൻ പറഞ്ഞു, മന്ത്രിച്ചു. എന്താ മന്ത്രം? എന്താ ദുആ? അസ്അലുല്ലാഹൽ അലീം മഹാനായ അല്ലാഹുവിനോട് ഞാൻ ചോദിക്കുന്നു. റബ്ബൽ അർശിൽ അലീം മഹത്തരമായ അർശിന്റെ ഉടമസ്ഥനായ അല്ലാഹുവിനോട് ഞാൻ ചോദിക്കുന്നു. ഐ യശ്ഫിയക നിനക്ക് ശിഫ നൽകാൻ എന്ന സബ്അ മർറാത്തിൻ 7 പ്രാവശ്യം ഒരാൾ പറഞ്ഞാൽ ശഫാ ആ രോഗിക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല ശമനം നൽകുന്നതാണ് എന്ന് ബഹുമാനപ്പെട്ട മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഉദ്ധരിക്കുന്ന ഹദീസ് ഉദ്ധരിച്ചുകൊണ്ട് മന്ത്രം ജായിസാണ് എന്ന് ബഹുമാനപ്പെട്ട ഇമാം റാസി റഹിമഹുല്ലാ പറയുന്നു. 4 അൻ അലിയിൻ അലൈഹിസ്സലാം ബഹുമാനപ്പെട്ട അലിയുൻ കറമല്ലാഹു വജ്ഹ ആ മഹാൻ പറയട്ടെ, കാന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളായിരുന്നു ഇദാ ദഖല അലാ മരീലിൻ ഒരു രോഗിയുടെ അടുത്ത് പ്രവേശിച്ചാൽ അലാ മരീലിൻ രോഗിയുടെ അടുത്ത് പ്രവേശിച്ചാൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഖാല പറഞ്ഞിരുന്നു, അദ്ഹിബിൽ ബഅസ റബ്ബന്നാസ് ഇശ്ഫി അൻത ശാഫി ലാ ശാഫിയ ഇല്ലാ അൻത എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിരുന്നു. അപ്പൊ നമ്മളും പല രോഗികളെയും കാണാൻ പോകും. രോഗികളെ സന്ദർശിക്കുക എന്നുള്ളത് പ്രത്യേകം സുന്നത്താണ്. അത് ആരായാലും അല്ലേ? അപ്പൊ ആ രോഗികളെ കാണാൻ പോകുമ്പോൾ നമ്മൾ പറയേണ്ട ദിക്ർ എന്താണ്? നേരത്തെ പറഞ്ഞ മൂന്നാമത്തെ ഹദീസിൽ പറഞ്ഞ അസ്അലുല്ലാഹൽ അലീം റബ്ബൽ അർശിൽ അലീം അൻ യശ്ഫിയക എന്ന് ചൊല്ലണം എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പ്രത്യേക കൽപ്പനയാണ്. നാലാമത് പറഞ്ഞത് അലി റളിയല്ലാഹു അൻഹു ഉദ്ധരിച്ച ഹദീസ്. റസൂലുള്ളാഹി തങ്ങൾ ചെയ്തിരുന്ന പ്രവൃത്തി എന്താണ്? ആ രോഗികളുടെ അടുത്ത് റസൂലുള്ളാഹി തങ്ങൾ പ്രവേശിച്ചാൽ റസൂലുള്ളാഹി തങ്ങൾ ദുആ ചെയ്യും. എന്ന് പറയും, അദ്ഹിബിൽ ബഅസ റബ്ബന്നാസ് ജനങ്ങളുടെ റബ്ബായ അല്ലാഹുവേ എല്ലാ വിഷമങ്ങളും നീ നീക്കിക്കളയണം. ഇസ്ഫി നീ രോഗം ശിഫയാക്കണം, സുഖപ്പെടുത്തണം. അന്ത ശാഫി നീയാണ് എല്ലാ രോഗങ്ങളും ശിഫയാക്കുന്നവൻ, സുഖപ്പെടുത്തുന്നവൻ. ലാ ശാഫിയ ഇല്ല അന്ത നീയല്ലാതെ ഒരാളും തന്നെ ഒരു രോഗവും ശിഫയാക്കുന്നവൻ ഇല്ല. അതുകൊണ്ട്
എല്ലാ വിഷമങ്ങളും നീ മാറ്റിക്കൊടുക്കണേ അല്ലാ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിരുന്നു. ഈ ഹദീസ് ഉദ്ധരിച്ചുകൊണ്ട് മന്ത്രം ജായിസാണ് എന്ന് ബഹുമാനപ്പെട്ട ഇമാം റാസി റഹിമഹുല്ലാ പറയുന്നു. വഖാമിസുഹ, അഞ്ചാമത്തെ ഹദീസ്, അൻ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമാ ഖാൽ കാന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ, ബഹുമാനപ്പെട്ട ഇബ്നു അബ്ബാസ് തങ്ങൾ തന്നെ പറയുന്നു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളായിരുന്നു യുഅവ്വിദുൽ ഹസന വൽ ഹുസൈൻ, അവിടുത്തെ പേരക്കിടാങ്ങളായ മടിയിൽ കിടത്തി ലാളിച്ച് താലോലിച്ച് വളർത്തിയ രണ്ട് പേരമക്കൾ, ആ ഹസൻ ഹുസൈൻ റളിയല്ലാഹു അൻഹുമാ, ആ രണ്ടു പേരമക്കളെ റസൂലുള്ളാഹി തങ്ങൾ കാവൽ തേടിയിരുന്നു. അവർക്ക് ഒരു ശർറും ഇല്ലാതിരിക്കാൻ വേണ്ടി റസൂലുള്ളാഹി തങ്ങൾ കാവൽ ചോദിച്ചിരുന്നു. വയഖൂൽ, തങ്ങൾ പറയും, എന്ത് പറയും? ഉഈദുകുമാ ബികലിമാത്തില്ലാഹി തമ്മ മിൻ ശൈത്വാനിൻ വഹാമ്മ വമിൻ കുല്ലി ഐനിൻ ലാമ്മ. ഇത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ രണ്ട് പേരമക്കൾക്ക് മന്ത്രിച്ചിരുന്നു. ഇത് മന്ത്രിച്ചുകൊണ്ട് വയഖൂൽ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയും ചെയ്തിരുന്നു. എന്ന് പറഞ്ഞിരുന്നു, കാന അബി ഇബ്രാഹിം അലൈഹിസ്സലാം യുഅവ്വിദു ഇബ്നൈഹി ഇസ്മാഈല വ ഇസ്ഹാഖ്, എന്റെ ഉപ്പാപ്പയായ ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം ഈ മന്ത്രം കൊണ്ട് ആ ഉപ്പാപ്പയുടെ രണ്ട് മക്കൾക്ക്, മഹാനായ ഇസ്മായിൽ അലൈഹിസ്സലാം, ഇസ്ഹാഖ് അലൈഹിസ്സലാം, ഈ രണ്ടു മക്കൾക്കും ഇബ്രാഹിം നബി അലൈഹിസ്സലാം ഈ മന്ത്രം കൊണ്ട് മന്ത്രിച്ചിരുന്നു. ഉഈദുകുമാ ബികലിമാത്തില്ലാഹി തമ്മ വമിൻ ശൈത്വാനിൻ വഹാമ്മ വമിൻ കുല്ലി ഐനിൻ ലാമ്മ എന്ന ഹദീസ് കൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തന്റെ പേരക്കിടാങ്ങൾക്ക് മന്ത്രിക്കുകയും ആ മന്ത്രത്തിന് ഉപോത്ബലകമായി കൊണ്ട് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം മന്ത്രിച്ചിരുന്നു എന്ന് പറയുകയും ചെയ്തിരുന്നു. 5. ഇനി 6ാമത്തെ ഹദീസ് ബഹുമാനപ്പെട്ട ഇമാം റാസി തങ്ങൾ കൊണ്ടുവരുന്നു. ഖാല ഉസ്മാൻ ഇബ്നു അബിൽ ആസ് അസ്സഖഫി റളിയല്ലാഹു അൻഹു പറയുന്നു, ഖദിംതു അലാ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഞാൻ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുക്കൽ ചെന്നു. ചെല്ലാൻ കാരണം എന്താണ്? വബി വജഉൻ ഖദ് കാന യുബ്തിലുനി, എന്നെ നശിപ്പിക്കാൻ പോകുന്ന രോഗം എനിക്കുണ്ട്. ആ രോഗത്തിന് എന്തെങ്കിലും ഒരു മരുന്ന്, ഒരു പ്രതിവിധി ആഗ്രഹിച്ചുകൊണ്ടാണ് ഞാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുക്കൽ പോയത്. ആ സമയത്ത് ഫഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഇജ്അൽ യദകൽ യുംന അലൈഹി, ആ വേദനയുള്ള സ്ഥലത്ത് നിന്റെ വലത്തെ കൈ വെക്കണം, നിന്റെ വലത്തെ കൈ വെക്കണം. വഖുൽ, എന്നിട്ട് നീ പറഞ്ഞോ, ബിസ്മില്ലാഹ് അഊദു ബിഇസ്സത്തില്ലാഹി വഖുദ്റതിഹി മിൻ ശർരി മാ അജിദു എന്ന് നീ പറഞ്ഞോ. 7 മർറാത്തിൻ, 7 പ്രാവശ്യം നീ പറഞ്ഞോളൂ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മഹാനായ ഉസ്മാൻ ഇബ്നു അബിൽ ആസ് റളിയല്ലാഹു അൻഹുവിനോട് പറയുന്നു. ഫഅൽതു ദാലിക, മഹാനവറുകൾ പറയുന്നു, ഞാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ പോലെ എനിക്ക് വേദനയുള്ള സ്ഥലത്ത് വെച്ചുകൊണ്ട് എന്റെ വലത്തെ കൈ വെച്ചുകൊണ്ട് ബിസ്മില്ലാഹി അഊദു ബിഇസ്സത്തില്ലാഹി വഖുദ്റതിഹി മിൻ ശർരി മാ അജിദു എന്ന് ഞാൻ പറഞ്ഞപ്പോൾ ഫശഫാനില്ലാഹു, അല്ലാഹു സുബ്ഹാനഹു വ തആല എന്റെ രോഗം സുഖപ്പെടുത്തി. ആരെ പറയുന്നു? മഹാനായ ഉസ്മാൻ ബിൻ അബിൽ ആസ് റളിയല്ലാഹു അൻഹു പറയുന്നു. 6 ഹദീസായി. 6ാമത്തെ ഹദീസാണ് ഇപ്പോൾ നമ്മൾ വായിച്ചത്. രോഗമുണ്ടായാൽ ചെയ്യേണ്ട മന്ത്രം ഇൻഷാ അല്ലാഹ് ബാങ്ക് കൊടുത്തു. ഞാൻ തൽക്കാലമായി കൂടുന്നു. ബാക്കി പിന്നെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. വലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അൽഹംദുലില്ലാഹ്. ഞാൻ നേരത്തെ പോകുമ്പോൾ ഉസ്താദ് ബാങ്ക് കൊടുത്തപ്പോഴാണ് മൈക്ക് വിട്ടത്. ഇപ്പോൾ വന്നിട്ട് വീണ്ടും അസർ ബാങ്ക് കൊടുത്ത് വിട്ട് അൽഹംദുലില്ലാഹ് നേരത്തെ എൻ്റെ ബാക്കി ഭാഗങ്ങൾ ഇൻഷാ അല്ലാഹ് അപ്പോൾ
പൂർത്തീകരിച്ചു. ഇനിയും ബാക്കിയുണ്ട്. ഇൻഷാ അല്ലാഹ് ഉസ്താദ് വീണ്ടും നമുക്ക് വന്നിട്ട് അത് പൂർത്തീകരിച്ചു തരും. റബ്ബ് സുബ്ഹാനഹു വ തആല അതിന് തൗഫീഖ് ചെയ്യുമാറാകട്ടെ. നല്ലൊരു വിഷയമാണ്. റബ്ബ് സുബ്ഹാനഹു വ തആല ഉസ്താദിൻ്റെ ഇൽമിലും ജോലിയിലെല്ലാം ബർക്കത്ത് നൽകുമാറാകട്ടെ ഇൻഷാ അല്ലാഹ്. ഇനി ഒരുപാട് കാലം നമ്മോടൊപ്പം ക്ലാസ്സുകൾ ഒരുമിക്കാനും നമുക്കൊക്കെ വേണ്ടി ദുആ ചെയ്യാനും നല്ല നല്ല ക്ലാസ്സുകൾ എടുത്തു തരാൻ റബ്ബ് സുബ്ഹാനഹു വ തആല ഉസ്താദിനെ തൗഫീഖ് ചെയ്യുമാറാകട്ടെ. അത് കേട്ടിരിക്കാൻ നമ്മൾക്കും നമ്മൾ പഠിക്കുന്ന കാര്യങ്ങൾ അത് നമ്മൾ ഹൃദയത്തിൽ പകർത്തി അതനുസരിച്ച് അമൽ ചെയ്യാൻ നമുക്ക് എല്ലാവർക്കും റബ്ബ് സുബ്ഹാനഹു വ തആല തൗഫീഖ് ചെയ്യുമാറാകട്ടെ. നമ്മളെല്ലാവരും എപ്പോഴും പറഞ്ഞതുപോലെ നമുക്ക് നമ്മുടെ ഉസ്താദുമാർക്ക് വേണ്ടി ദുആ ചെയ്യണം. അവർ ജോലി തിരക്കുണ്ടായാൽ പോലും അവർ നമുക്ക് വന്നിട്ട് നല്ല നല്ല ക്ലാസ്സുകളും നല്ല നല്ല ചരിത്രങ്ങളും പറഞ്ഞു തരുന്നു. ഇതിന് പകരമായിട്ട് നമ്മൾ അവർക്ക് വേണ്ടി എപ്പോഴും ദുആ ചെയ്യണം, ആഫിയത്തുള്ള ദീർഘായുസ്സിന് വേണ്ടി. ഒരുപാട് പ്രശ്നങ്ങൾ ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നവരാണ് അവർ. റബ്ബ് സുബ്ഹാനഹു വ തആല എന്ത് വിഷമമാണെങ്കിലും ബുദ്ധിമുട്ടാണെങ്കിലും എല്ലാം തീർത്തു കൊടുക്കുമാറാകട്ടെ. സ്വാലിഹത്തായ സന്താനങ്ങളെ അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകുമാറാകട്ടെ ഇൻഷാ അല്ലാഹ്. അതുപോലെ ഇത് കേട്ടിരിക്കുന്ന എത്രയോ സഹോദരങ്ങളും സഹോദരിമാർ, ഉമ്മമാർ, ഉപ്പമാർ, ഏറ്റവും കൂടുതൽ നമുക്ക് റേഡിയോ ശ്രോതാക്കളാണ്. അവർക്ക് എല്ലാവർക്കും റബ്ബ് സുബ്ഹാനഹു വ തആല അർഹിക്കുന്ന പ്രതിഫലം നൽകുമാറാകട്ടെ. ഇത്രയും ജോലി തിരക്കിൽ പോലും റേഡിയോ വെച്ച് കേൾക്കുന്ന എത്രയോ സഹോദരിമാരുണ്ട്. അവർക്കെല്ലാവർക്കും റബ്ബ് സുബ്ഹാനഹു വ തആല അർഹിക്കുന്ന പ്രതിഫലം നൽകുമാറാകട്ടെ. അവർക്കെല്ലാം ഏത് വിഷയമാണ് അവർ ആഗ്രഹിച്ചത് അത് നമ്മുടെ KMSയിലൂടെ തന്നെ അവർക്ക് കേൾക്കാൻ സാധിക്കുന്നുണ്ട്. അൽഹംദുലില്ലാഹ്. ഏത് വിഷയമാണെങ്കിലും ഫിഖ് ആണെങ്കിലും തജ്വീദ് ആണെങ്കിലും എല്ലാ വിഷയങ്ങളും നമ്മുടെ ക്ലാസ് റൂമിൽ നമുക്കെല്ലാവർക്കും കേൾക്കാൻ കഴിയുന്നുണ്ട്. രാവിലെ പറയാം ഉസ്താദിൻ്റെ ഫിഖ് ക്ലാസ് എത്രയോ പേർക്ക് ഉപകാരപ്പെടുന്നുണ്ട് നമ്മുടെ. അതുപോലെ തജ്വീദ് ക്ലാസ്, അതുപോലെ മഹാന്മാരുടെ ചരിത്രങ്ങൾ, അല്ലാഹു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജീവിത ചരിത്രങ്ങളൊക്കെ നമുക്ക് ഉസ്താദുമാർ ഒന്ന് പറഞ്ഞു തരുന്നു. അൽഹംദുലില്ലാഹ്. ഇതിനെല്ലാം അർഹമായ പ്രതിഫലം നമ്മുടെ ഉസ്താദുമാർക്ക് എല്ലാവർക്കും അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകുമാറാകട്ടെ. നാളെ ഹബീബിൻ്റെ ചാരത്ത് അവരെയും നമ്മളെയും ജന്നാത്തുൽ ഫിർദൗസിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരുമിച്ച് കൂട്ടുമാറാകട്ടെ എന്ന് ദുആ ചെയ്യുകയാണ് ഇൻഷാ അല്ലാഹ്. അത് ഇൻഷാ അല്ലാഹ് ഉസ്താദ് പറഞ്ഞാൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എങ്ങനെയായിരുന്നു ഓതിയിരുന്നതെന്ന് വിശദീകരിക്കാമോ എന്ന് ഒരു സുഹൃത്ത് അറിയിച്ചിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് നിങ്ങൾക്ക് ഇൻഷാ അല്ലാഹ് ഇതിൻ്റെ എല്ലാം റെക്കോർഡ് നമ്മുടെ സൈറ്റിൽ കിട്ടും. ഉസ്താദിൻ്റെ ക്ലാസ്സിൻ്റെ റെക്കോർഡ് ഇൻഷാ അല്ലാഹ് അത് നിങ്ങൾക്ക് കേൾക്കാം ഇൻഷാ അല്ലാഹ്. നമ്മുടെ സൈറ്റിൽ പോയാൽ നിങ്ങൾക്ക് നാളായിട്ട് അതിൻ്റെ ആ ക്ലാസ് കിട്ടും. അപ്പോൾ നിങ്ങളതെല്ലാവരും കേൾക്കും. ഇനി മുന്നേ പറയുന്നത് പോലെ തന്നെ ഇവിടെ നടക്കുന്ന എല്ലാ കാര്യമായ എല്ലാ ക്ലാസ്സിൻ്റെ തജ്വീദ്, തഫ്സീർ, ഫിഖ് ക്ലാസ്, അതുപോലെ ഉസ്താദിൻ്റെ ക്ലാസ്സിൽ എല്ലാ ക്ലാസ്സിൻ്റെയും റെക്കോർഡുകൾ നമ്മുടെ സൈറ്റിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ആവശ്യമുള്ളവർ ആ സൈറ്റിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്കത് കേൾക്കാവുന്നതാണ്. അപ്പോൾ കാര്യമെല്ലാം ശ്രദ്ധിക്കുക ഇൻഷാ അല്ലാഹ്. ഇനി നമുക്കുള്ളത് അബൂസമാൻ ഉസ്താദിൻ്റെ ക്ലാസ് അല്ലേ, 2:30 അബൂസമാൻ മാഷിൻ്റെ ക്ലാസ് ഉണ്ട്. അത് കഴിഞ്ഞ് നമുക്ക് ഇനി KSB മുസ്തഫ സാറിൻ്റെ ക്ലാസ്സും വരാനുണ്ട്. അപ്പോൾ കൂട്ടുകാരൊക്കെ ഒന്ന് ഇവരെ അറിയിച്ച് ഇൻവൈറ്റ് ചെയ്ത് നമ്മുടെ റൂമിലെത്തിക്കുക ഇൻഷാ അല്ലാഹ്. അപ്പോൾ ലീവായിട്ട് കൊണ്ടുപോകാൻ ഉസ്താദുമാരായിട്ടുണ്ടെങ്കിൽ നമുക്ക് ലീവായിട്ട് കൊണ്ടുപോകാറുണ്ട്. സാബിർക്ക് ഡെസ്കിൽ ഉണ്ട്, അടിയിൽ കാണുന്നില്ലല്ലോ. സാബിർക്ക ഫ്രീ ആണോ? എന്നാൽ ഇനി ഇൻഷാ അല്ലാഹ് ഇനി ടൈമുണ്ട്. സാബിർക്കിൻ ജോലിയിലാവും വിചാരിക്കുന്നു ഇൻഷാ അല്ലാഹ്. അപ്പം ഇൻഷാ അല്ലാഹ് നേരത്തെ വെച്ച റെക്കോർഡ് റെക്കോർഡ് വെച്ചിരുന്നത് ഉസ്താദ് വരുന്നത് വരെ കുരിയാടായിരുന്നോ? അപ്പോൾ നമ്മളെപ്പോഴും സ്ഥിരമായിട്ട് സ്വലാത്ത് ചൊല്ലുക. ഒരു സുഹൃത്ത് അറിയിച്ച് ഇവിടെ ഞാൻ ചോദിച്ച് നിങ്ങൾ സൗദിയിലാണ്, നമ്മുടെ ക്ലാസ് റൂമിൽ സജീവമായുള്ളൊരു ഐഡിയ ആണ്. അപ്പോൾ വെച്ച് എല്ലാ അബുദാബിയാണ്, സൗദിയിൽ വരാൻ ആഗ്രഹമുണ്ട് ദുആ ചെയ്യാൻ. റബ്ബ് സുബ്ഹാനഹു വ തആല അവർക്ക് സൗദിയിൽ വരാൻ ആഗ്രഹിക്കുന്ന എല്ലാവർക്കും ഇവിടെ എത്താൻ വേണ്ടിയിട്ട് റബ്ബ് സുബ്ഹാനഹു വ തആല തൗഫീഖ് ചെയ്യുമാറാകട്ടെ. പരിശുദ്ധമായ കഅബാലയം ഒന്ന് കാണാൻ ഏതൊരു മനുഷ്യനെയും ആഗ്രഹമാണ്, ഏറ്റവും അടങ്ങാത്തൊരാഗ്രഹമാണ്. ഈ സൗദിയിൽ ഒന്ന് വരാൻ ആ പരിശുദ്ധമായ കഅബാലയം ഒന്ന് കാണണമെന്നും ഹബീബിൻ്റെ ചാരത്ത് പോയി ഒരു സലാം ചൊല്ലണമെന്ന് ആഗ്രഹിക്കുന്ന എത്രയോ സാധുക്കളായ ഉമ്മമാരും ഉപ്പമാരും സഹോദരങ്ങളുണ്ട്. റബ്ബ് സുബ്ഹാനഹു വ തആല അവർക്കെല്ലാം അതിന് തൗഫീഖ് ചെയ്യുമാറാകട്ടെ. വന്നവർക്ക് ഇനിയും വരാനും
തീരെ വരാത്തവർക്ക് ഇവിടെ എത്താൻ റബ്ബ് സുബ്ഹാനഹു വ തആല തൗഫീഖ് ചെയ്യുമാറാകട്ടെ. നിങ്ങളെല്ലാവരും ഹബീബിൻ്റെ പേര് സലാത്ത് ചൊല്ലുക. സലാത്തിലൂടെ നിങ്ങൾക്ക് എത്താൻ കഴിയും ഇൻഷാ അല്ലാഹ്. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വസഹബിഹി വസല്ലി എന്നുള്ള സ്വലാത്ത് നിങ്ങൾ സ്ഥിരമായിട്ട് ചൊല്ലുക ഇൻഷാ അല്ലാഹ്, നിയ്യത്ത് വെച്ചുകൊണ്ട്. ഞാൻ മുന്നേ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഞാൻ ആദ്യം ദുബായിലായിരുന്നു. ഈ സ്വലാത്ത് ഞാൻ വർഷങ്ങളായിട്ട് പതിവാക്കിയ സ്വലാത്താണ്. പിന്നീടാണ് നമ്മുടെ ഉസ്താദ് ഈ സ്വലാത്തിന് പറ്റി എല്ലാവരോടും ചൊല്ലാൻ വേണ്ടി പറഞ്ഞത്. അപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായി. റബ്ബേ, അത് എന്നും ചൊല്ലുന്ന സ്വലാത്താണല്ലോ ഉസ്താദ് പറഞ്ഞത്. ഭയങ്കര സന്തോഷമായി. ഞാൻ ആ സ്വലാത്ത് സ്ഥിരമായി പതിവാക്കി. അൽഹംദുലില്ലാ, ഞാൻ നിയ്യത്ത് വെച്ചുകൊണ്ട് പതിവാക്കിയേക്കും. അപ്പോൾ അൽഹംദുലില്ലാ റബ്ബിൻ്റെ തൗഫീഖ് കൊണ്ട് ഞാൻ അപ്പോൾ സൗദിയിലെത്തി. പരിശുദ്ധമായ ആ കബയിൽ പോയിട്ട് ഉംറ ചെയ്യാനും ഹബീബിൻ്റെ ചാരത്ത് പോയി സലാം പറയാനും എനിക്ക് റബ്ബ് സുബ്ഹാനഹു വ തആല തൗഫീഖ് ചെയ്തു. അൽഹംദുലില്ലാ, എല്ലാവരും നിയ്യത്ത് വെച്ചുകൊണ്ട് ചൊല്ലിയാൽ ഒരിക്കലും തന്നെ റബ്ബ് സുബ്ഹാനഹു വ തആല തട്ടിക്കളയില്ല. ആ യഥാർത്ഥ നിയ്യത്ത് വെച്ച് ചൊല്ലിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ എത്താൻ സാധിക്കും. റബ്ബ് സുബ്ഹാനഹു വ തആല എല്ലാവർക്കും തൗഫീഖ് ചെയ്യുമാറാകട്ടെ എന്ന് ദുആ ചെയ്യുകയാണ്. നമ്മുടെ കുരിയാടൊക്കെ ഒരുപാട് ആഗ്രഹിച്ചവരാണ്. അതുപോലെ എത്രയോ ആൾക്കാരുണ്ട്. റബ്ബ് സുബ്ഹാനഹു വ തആല അവർക്ക് എല്ലാവർക്കും ഹബീബിൻ്റെ ചാരത്തെത്താൻ തൗഫീഖ് ചെയ്യുമാറാകട്ടെ എന്ന് ദുആ ചെയ്യുന്നു ഇൻഷാ അല്ലാഹ്. കുരിയാട് മൈക്കെടുത്തോളി. ഷാദുആസിയത്തോടെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.